അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹ് ആവശ്യപ്പെടുന്നു. അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളൂ, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത്? എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത്? നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഖുർആനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് ആരാണല്ല? ലോകത്തിന്റെ സൃഷ്ടാവിനെയാണ് എല്ലാ മതവിശ്വാസികളും ആരാധിക്കേണ്ടത്, അല്ലേ? മനുഷ്യവാസമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവിടെ ആകാശവും ഭൂമിയില്ലേ? മനുഷ്യരില്ലാത്തൊരു കാലഘട്ടത്തിൽ ആകാശവും ഭൂമി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതിനെ സൃഷ്ടിച്ചതാരാ? അന്ന് ആരുമില്ല. ഹിന്ദുമതല്ല, ക്രിസ്തുമതല്ല, ഇസ്ലാമില്ല, ഒന്നുമില്ല. മനുഷ്യവാസം തന്നെ ഇല്ല. പക്ഷെ അന്നുണ്ട് ആകാശവും ഭൂമിയും ഒക്കെ. അതിനെ ആരാ സൃഷ്ടിച്ചത്? അവനാണല്ല. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും. അല്ലേ? വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂം 40-ാമത്തെ വചനം. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അവനാ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്. അവനാ നിങ്ങൾക്ക് കാരുണ്യം ചൊരിയുന്നത്. അവനാ നിങ്ങൾക്ക് വായും വെള്ളവും നൽകിയത്. അവനെയാ നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനോടാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എത്ര ക്ലിയറാണ്. നമുക്ക് എന്നറിയാലോ? ഇപ്പൊ ഇവിടുത്തെ ഏത് മുസ്ലിങ്ങൾ നടത്തുന്ന മദ്രസകൾ നോക്ക്, ആ മദ്രസയിലെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകം നോക്ക്. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ അല്ലാത്തവരുള്ള ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ടോയ്ലറ്റ് കയറുമ്പോ മൊയ്തീൻ ശൈഖിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാം ഉണ്ടോ? പള്ളി കയറുമ്പോ ഇന്ന ശൈഖിനെ വിളിക്കാം ഉണ്ടോ? എല്ലാ പ്രാർത്ഥനയും അല്ലാഹുമ്മ റബ്ബി എന്നല്ലുണ്ട്. അല്ലാഹുമ്മ. ഏതെങ്കിലും ഒരു സുന്നി പ്രസിദ്ധീകരണത്തിൽ, അത് കുട്ടികളെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മമ്പറന്തങ്ങളെ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥന അറബിയിലേക്ക് നിന്നിട്ട് ബുഖാരി, മുസ്ലിം കാണോ? ഉണ്ടാവോ? ഏറ്റവും ചുരുങ്ങി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. അതായത് ഇബ്രാഹിം നബി മഹാനാണ്, മൂസാ നബി അലൈഹിസ്സലാം മഹാനാണ്. എന്നാൽ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും ഇബ്രാഹിം നബിന്റെ ഹക്ക്, ജാഹ്, ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ രോഗം മാറ്റണേന്ന് പ്രാർത്ഥിച്ചു ഒരു സാമ്പിള്, ഒരെണ്ണം, അങ്ങനെ ചോദിക്കണം, ഒരെണ്ണം സഹിയായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എനിക്കിങ്ങനെ ചിന്തിച്ചോ, ഇബ്രാഹിം നബിയോട് നേരിട്ടുള്ള ഒരു ദുആ അതുണ്ടോ? അതുമില്ല. എന്തില്ലാത്തത്? ഞാൻ പറയട്ടെ, ഭൂമിയിലൂടെ എങ്ങനെ നടക്കണം എന്നുള്ളതിന് 4 ആയത്ത് തെളിവുണ്ട് ഖുർആനിൽ. 4 ആയത്തിലാണ് ഭൂമിയിലൂടെ എങ്ങനെ നടക്കണം എന്നല്ല പറഞ്ഞു. എങ്ങനെ നടക്കണം എന്നാ അല്ല പറഞ്ഞു? മരിച്ചുപോയ എന്ന് നബീനെ വിളിക്കാം? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞല്ലോ. ആയത്ത് ജിബ്രീൽ ആദ്യം ഓതി കൊടുത്തായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ? അല്ലേ? ഈ ആയത്ത് കിട്ടിയ ഉടനെ നബി എന്താ പറയണ്ടേ? എല്ലാരും വരി. വലിയൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞുപോയ മരിച്ചുപോയ അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് അല്ലാഹ് ഖുർആനിൽ ആയത്ത് ഇറക്കിയിട്ടുണ്ട് എന്നല്ലേ പറയണ്ടേ? പറഞ്ഞോ? കാരണം എന്താ? അത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞുതരാം. കൊട്ടപ്പുറത്ത് 1982 വാദപ്രതിവാദം നടക്കുമ്പോ കാന്തപുരം AP ഒക്കർ മുസ്ലിയാരോട് മുജാഹിദ് ബഷീർ ചോദിച്ചു, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, മമ്പറന്തങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ? ചാടി കാന്തപുരം എണീറ്റ് പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട്. എന്നിട്ട് മൂപ്പര് അർത്ഥം വെച്ചു, ചോദിച്ചു നോക്കൂ. എന്തേ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട്. അപ്പൊ മരിച്ചോലെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണത്, അല്ലേ? അതല്ലേ? ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ആർക്കും വയം തരുവണ എഴുതിയ വാദപ്രതിവാദത്തിൽ ഇത് കൊടുത്തിട്ടില്ലേ? അനവധി ആയത്ത് ഉസ്താദ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഓതി എന്നാണ് വയം തരുവണ പറഞ്ഞ്. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അനവധി ആയത്ത് ഓതി, അല്ലേ? റഷീദ് മൂസ മുസ്ലിയാർ പറഞ്ഞു, അല്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു മുസ്ലിമായി ജനിച്ചോൻ പറയില്ല. അപ്പൊ ഇവരാരും മുസ്ലിം അല്ലേ? സമസ്തയുടെ ഏറ്റവും വലിയ നേതാവ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറയാണ്, ഞാൻ മലക്കിനോട് പ്രാർത്ഥിച്ചു, ജിന്നിനോട് പ്രാർത്ഥിച്ചു, ഔലിയാക്കളോട് പ്രാർത്ഥിച്ചു, മുസ്ലിമായി പറഞ്ഞോ പറയില്ല. അപ്പൊ ഇപ്പൊ ഉള്ളവരൊന്നും മുസ്ലിം അല്ലേ ഈ പണ്ഡിതന്മാരൊന്നും? നിങ്ങളുടെ പണ്ഡിതനാ പറഞ്ഞു, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അൽ ഖൗലുസ് സദീദ്. അതിൽ പറഞ്ഞ ആ പുസ്തകത്തിൽ പറഞ്ഞ അതിന്റെ 100-ാമത്തെ പേജ്, 133-ാമത്തെ പേജ് പരിശോധിച്ച് നോക്ക്. ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ സമസ്തക്കാരിറക്കിയ പുസ്തകം അത്, ഒന്നിച്ചു നിന്ന കാലം. ഒന്ന് പരിശോധിച്ച് നോക്ക്. പി അബ്ദുൽ ഖാദർ മൗലവിക്ക് തൗഹീദിന് മറുപടി എടുത്തുകൊണ്ട് ഇറക്കിയ അതിൽ പോലും പറയണ എന്തറിയോ? ഞാൻ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നു എന്നൊരു മുസ്ലിമും പറയാറില്ല. ഇപ്പോഴോ റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാ. അപ്പൊ മുസ്ലിം അല്ലേ ഇത്? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ജീവിച്ച കാലത്ത് പോലും സമസ്തയിൽ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴോ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താ കാട്ടുക എന്നാ ചോദ്യം. നുസ്രത്തുൽ അനാമ ചോദിക്കുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കന്നെ ചെയ്യും, നിങ്ങൾ എന്താ കാട്ടുക? ഞങ്ങൾ ഒന്നും കാട്ടൂല മക്കളെ, നരകത്തിലേക്ക് കൂളായിട്ട് അടുക്കും. വേറെ പ്രശ്നമില്ല, ഞങ്ങൾക്കൊന്നും കാട്ടാൻ പറ്റില്ല, അടുക്കാൻ പോലും പറ്റൂല.
ഞങ്ങൾ എല്ലാവരും കൂടി ചരിഞ്ഞിരുന്നാൽ പോലും ഞങ്ങൾ നരകത്ത് എടുക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ദുനിയാവ് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. നല്ലോണം തിന്നാ കുടിക്കുക, ഉഷാറാകുക, AC കാറിൽ പോകാം, തെക്കുബീർ ഉണ്ടാവും, മുത്തുന്നുണ്ടാവും, കാല് പിടിക്കുന്നുണ്ടാവും, കൈ പിടിക്കണ്ടാവും, ഒക്കെ അവിടെ നടക്കും. പരലോകത്തോ കാല് പിടിച്ച നരകത്തിൽ ഒറ്റയേറും വെച്ചു, അത് അവിടെ ഉണ്ടാകും. ഏലോകത്തൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ ആകെ പ്രശ്നമാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നരകത്ത് പോയത്. ബാക്കി ദുനിയാവിൽ എന്തും നമുക്ക് അവഗണിക്കാം, എന്തും. പക്ഷേ നരകം കത്തിജ്വലിക്കുന്ന നരകം, അതിലെത്തിപ്പെടരുത്, അതിലെത്തിപ്പെടാൻ അവസരം ഉണ്ടാവരുത്. അതാ ഞങ്ങളോട് ചോദിക്കുന്നത്. കാന്തപുരം തെളിവ് ധരിച്ചല്ലോ, എന്നെ നിഷേധിക്കാൻ കഴിയില്ല. അവിടെയാണ് ഞങ്ങളെ ചോദ്യം. അതിന് കാന്തപുരത്തോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഉസ്താദാണല്ലോ, വലിയ ഉസ്താദാണല്ലോ. നിങ്ങൾ ചോദിക്ക്, ഉസ്താദേ ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂലല്ലേ ആദ്യം ഓതിയത്? അതെ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂൽ സ്വഹാബികളെ വിളിച്ചോ? കൊട്ടപ്പുറത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂട്ടിയെടുത്താണല്ലോ പറഞ്ഞത്, മരിച്ചോലെ വിളിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ആയത്ത് ഇതാ. ശരി, നമ്മുടെ ചോദ്യം എത്രയേ ഉള്ളൂ, പൂർവ്വകാല പ്രവാചകന്മാരെ വിളിക്കാനാണിത് തെളിവെന്നാണല്ലോ പറഞ്ഞത്. ശരി, ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ലേ? ചോദ്യം ഒന്ന്, ഹൃദയത്ത് തട്ടണം. ചോദ്യം ഒന്ന്, കാരണം റസൂലിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് എന്താ? ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സാബിർ എല്ലാരും വരും. നിങ്ങൾക്ക് ഇബ്രാഹിം നബീനോട് വിളിക്കാം, ഇസ്മായിൽ നബീനെ വിളിക്കാം, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ എല്ലാ റസൂലുകളോടും ചോദിക്കാൻ പറഞ്ഞു. ശരി, അങ്ങനെയാണ് ഈ റസൂൽ എന്താ പറയുന്നത്? വരി, ആശ്വാസത്തിന്റെ വാക്ക്, എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാക്ക്. നിങ്ങൾക്ക് ഈസാ നബിയെ വിളിക്കാം, മുസാ നബിയെ വിളിക്കാം, ദാവൂദ് നബിയെ വിളിക്കാം, ആദം നബിയെ വിളിക്കാം, എല്ലാരെയും വിളിക്കാം. പക്ഷേ അവർ ഇലാഹാണെന്ന് കരുതാതിരുന്നാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുവെങ്കിൽ കാന്തപുരോധി ആയത്ത് തെളിവാണ്. റസൂൽ അത് പറഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചില്ല എന്നതുകൊണ്ട് തന്നെ ആ ആയത്ത് കാന്തപുരം ദുർവ്യാഖ്യാനിച്ചു. നമുക്ക് കാന്തപുരത്തോട് വെറുപ്പില്ല, നമുക്ക് കാന്തപുരത്തോട് ഇഷ്ടമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് തെറ്റായ ഒരു നടപടിയാണ്, ലോക ചരിത്രത്തിലില്ലാത്ത ദുർവ്യാഖ്യാനമാണ്. അയാൾ അതും ചെയ്യുകയില്ല, അപ്പുറവും ചെയ്യും. നബീനെ വിറ്റ് കായ് ഉണ്ടാക്കാൻ ഒരു മടിയില്ലാത്ത മനുഷ്യരല്ലേ അയാൾ അതും ചെയ്യുകയില്ല, അപ്പുറവും ചെയ്യും. അമ്മുക്കുട്ടീന്റെ മുടി വിറ്റല്ലേ ഇപ്പൊ 40 കോടി കയ്യിൽ പിടിച്ചേ അല്ലേ? അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും. അമ്മുക്കുട്ടീന്റെ മുടിയാന്ന് ഞങ്ങൾ പറഞ്ഞല്ല കേട്ടോ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും ടീമും പറഞ്ഞ. പൊന്മള AP ഉസ്താദിനേക്കാൾ വലിയ ആലിമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ലോകം കേട്ടല്ലോ, എല്ലാവർക്കും അമ്മുക്കുട്ടീന്റെ മുടിയാണത്. മനസ്സിലായോ? അതുകൊണ്ട് ഇനിയെങ്കിലും നേരം വെളുത്താൽ നിങ്ങൾക്ക് നന്ന്, ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാനൊക്കെ ഉള്ളത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സമസ്ത എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്കാണ്. ഇത് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് ഞങ്ങൾ പറയാണ്, ഉസ്താദുമാരെ നമ്മളെ ചതിച്ചിട്ടുണ്ട് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണല്ലോ ജിഷാൻ മാഹി AP സുന്നിയാണല്ലോ, ജിഷാൻ മാഹി ചോദിച്ചത് നൗഷാദിനോടൊക്കെ, നമുക്ക് മരിക്കണ്ടേ ഉസ്താദെ, മരിച്ചു പോകൂലേ, ജനങ്ങളോട് സത്യം ഒന്ന് വിളിച്ചു പറയണ്ടേ, അമ്മുന്റെ മുടിയാണ് കാന്തപുര ഉസ്താദിന്റെ കയ്യിലുള്ളതെന്ന് നമ്മളൊന്ന് ലോകത്തോട് പറയണ്ടേ എന്ന് ചോദിക്കണം. അതുകൊണ്ടാ മനസ്സിലാക്കിക്കൂടെ. മുജാഹിദുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല, ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ച ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ പറയും അപ്പൊ തന്നെ വിശ്വസിച്ച ഞങ്ങൾ അപ്പൊ കഴിച്ചില്ലായി. പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് മരണം നടന്നാൽ ഞങ്ങളെ കാര്യം നോക്കുകയാണ്. ആണ് എനിക്ക് നേർക്ക് നേരെ സംസാരിച്ച ശീലമുള്ളൂ, മനസ്സിലൊന്ന് വെച്ച് പുറത്തേക്കൊന്ന് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ നേർക്ക് നേരെ പറയാണ്. ആ കൂടാരം വിട്ടോളി, ആ കപ്പൽ മുങ്ങും. ആ കപ്പൽ ഇപ്പൊ തന്നെ മുങ്ങിയിട്ട് കുളുക്കുളൂന്ന് ഒച്ച കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത എന്ന കപ്പല് മുങ്ങിയിട്ട് കുളുക്കുളു അടിക്കുന്നുണ്ട്. ഇനി അതിന്റെ ആ കൊടി ഉണ്ടല്ലോ അവസാനത്തെ, അത് വെള്ളത്തിൽ മുങ്ങണതിന് മുമ്പ് കഴിച്ചിലേക്കും. അയ്യാനും ഉറപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഖേദിക്കും. മലക്കുൽ മൗത്ത് വരുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും, മരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സംതൃപ്തിയോടുകൂടി മരിക്കാൻ കഴിയില്ല. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമായിട്ട് മരിച്ച റബ്ബേ അല്ലാഹുവാണ് സത്യം, നിങ്ങൾക്ക് റാത്ത് ഉണ്ടാവില്ല, ഉറപ്പാ. അതുകൊണ്ട് യഥാർത്ഥ തൗഹീദിലേക്ക് നമ്മൾ മടങ്ങി വന്നോളി. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, വളരെ പ്രധാനമായ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധിയെ തട്ടി ഉണർത്താം. പടച്ചോനോർത്തിട്ട് നിങ്ങളൊന്നും കേട്ടോളൂ. സൂറത്തു ആലിംറാൻ നിങ്ങൾക്ക് ഇപ്പൊ പരിശോധിച്ചു. ഉസ്താദ് ഇവിടെ പള്ളിയിൽ ഉണ്ടാവില്ല, ചെറുതാണെങ്കിലും നിങ്ങൾ ചോദിക്കുക സൂറത്തു ആലിംറാൻ. ഞാൻ അധ്യായ നമ്പർ പറയാം, വചനം നമ്പർ പറയാം, കയറി പരിശോധിച്ചോളൂ. ഖുർആനിലെ 3-ാം അധ്യായം, 3-ാം അധ്യായത്തിലെ 36, 37, 38, 39 വചനങ്ങൾ വായിച്ചോളൂ, പഠിച്ചോളൂ. എന്തായാലും അതായത് സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയെ മെഹ്റാബിൽ വെച്ച് കാണുന്ന രംഗാണ് അതിലുള്ളത്. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയെ മെഹ്റാബിൽ വെച്ച് കാണാൻ അത്ഭുതത്തോടെയുള്ള കാഴ്ച. അതായത് മറിയം ബീവിക്ക് അല്ലാഹു ആകാശത്ത് നിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കുന്നത് പല തവണ കണ്ടു. ആര്? മഹാനായ സക്കരിയ നബി. ഇനി ഞാൻ പറയുന്ന ഓരോ പോയിന്റും വക തിരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താ? സക്കരിയ നബി കറാമത്ത് നേരിട്ട് കണ്ടു. നമ്മൾ പലരും കറാമത്ത് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഏജന്റുമാര് പ്രചരിപ്പിക്കുന്ന കള്ളക്കഥ കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന ആളുകൾക്കൊക്കെ എന്നൊക്കെ ഉണ്ട്, നമ്മൾ നേരിട്ട് ഇതുവരെ അനുഭവിച്ചിട്ടില്ല.
കറാമത്ത് നേരിട്ട് കാണുകയാണ് ആര്? സക്കരിയ നബി അലൈഹിസ്സലാം കറാമത്ത് നേരിട്ട് കാണുകയാണ്. ഇത് ഖുർആനാ പറയണം. ഖുർആൻ എന്ത് പറഞ്ഞു അവിടെ നിന്നോളി, ഹദീസ് എന്ത് പറഞ്ഞു അവിടെ നിന്നോളി, സ്വഹാബത്ത് എന്ത് പഠിപ്പിച്ചു അവിടെ നിന്നോളി. ദുർവ്യാഖ്യാനിക്കാതെ അവര് മനസ്സിലാക്കിയെന്തോ അതേ മനസ്സിലാക്കാവൂ. ഒരു സംഭവം ധരിച്ചിട്ട് അവർ ഉൾക്കൊള്ളാത്ത ഒരാശയം നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല. അവരുടെ മനസ്സിലില്ലാത്ത ഒരാശയം നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതൊക്കെ വളരെ പ്രധാനമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇതും മാത്രം കേട്ടോളി. പല തവണയായി മറിയം ബീവിക്ക് അല്ലാഹ് ആകാശത്ത് നിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കുന്ന അത്ഭുതം നമ്മൾ സാധാരണ പച്ചക്കറി മാർക്കറ്റിലോ ഫ്രൂട്ട് കടയിലോ പലചരക്ക് കടയിലോ ചെന്ന് സാധനം വാങ്ങിക്കൊണ്ടൊന്ന് പ്രിപ്പയർഡ് ആക്കണം നമുക്ക്. പക്ഷെ മറിയം ബീവിക്ക് അല്ലാഹ് എല്ലാം റെഡിയാക്കിയിട്ട് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. ഇതൊരു കറാമത്തല്ലേ? ഇതിനെ നിഷേധിച്ച മുസ്ലിമാവോ? ഇല്ല. ഈ കറാമത്തിനെ അംഗീകരിക്കാത്ത മുജാഹിദാവോ? ഇല്ല. എന്നാൽ സമസ്തക്കാർക്ക് സംഭവിച്ച തെറ്റെന്താ? അതാണ് പോയിന്റ്. മുജാഹിദുകൾ അത് കറക്റ്റ് മനസ്സിലാക്കി. എന്താ പ്രശ്നം? കറാമത്തുണ്ട്, കറാമത്തിനെ നിഷേധിച്ച കാഫറായി പോവും, ചെയ്യാൻ പാടില്ല. പിന്നെയോ കറാമത്ത് വിറ്റ് കായ് ഉണ്ടാക്കാനും പാടില്ല. ഇവിടെ സംഭവിച്ച തെറ്റെന്താ? ഇവിടെ സംഭവിച്ച തെറ്റ് കറാമത്തിന് അംഗീകരിക്കുക മാത്രമല്ല, കറാമത്ത് വിറ്റ് കായ് ഉണ്ടാക്കി. പ്രവാചകന്മാരോ കറാമത്തിനെയും മുജിദത്തിനും ഒക്കെ അംഗീകരിച്ചു, വിറ്റ് കായ് ഉണ്ടാക്കിയില്ല. ഈ പ്രത്യേകത നമ്മൾ പഠിച്ചേ പറ്റൂ. ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ കേട്ടോ. സൂറത്ത് ആൽ ഇംറാനിലെ 3-ാം അധ്യായം 36 വായിക്ക്. ഇപ്പെടുത്തിച്ചു തുറന്നങ്ങട് നോക്ക്. ഈ പ്രസംഗത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തുറന്നട് നോക്ക്. നോക്കിയിട്ട് അതിൽ കാണാൻ നിങ്ങൾക്ക്. അപ്പൊ സക്കരിയ നബി ചോദിക്കുക, അല്ലേ മറിയം ബീവി ഇത് എവിടുന്നാ? കാലത്ത് ഇതൊക്കെ എന്റെ കറാമത്ത. ഞാനാരാ മോള്? ഞാനും ഈമാവുമ്മിച്ചേ മുനമ്പത്ത് ബീവിയൊക്കെ വരുന്നതിന് മുമ്പുള്ള വലിയ ബീവിയെ ഞാന് എന്നെ കയ്യും കാലും ഒക്കെ പിടിച്ചോളി എന്ന് അറിയല്ല. അല്ല, കാലത്ത് ഹുവമിന്നില്ല. ഇത് അള്ളാന്റെ അടുത്തല്ല. ഓ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് കണക്ക് ഇഷ്ടം പോലെ കൊടുക്കും, യാതൊരു കണക്കില്ലാതെ കൊടുക്കും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, സക്കരിയ നബി സമസ്ത വിശ്വാസക്കാരനാണെങ്കിൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസമുള്ള ആളാണ് സക്കരിയ നബി എങ്കിൽ അദ്ദേഹം എന്താ വേണ്ടത്? കറാമത്തുള്ള മറിയം ബീവിയോട് തേടുക, അല്ലേ? അള്ള കറാമത്തുനിന്ന് മറിയം ബീവിനോട് തേടുക. ഉണ്ടായോ? അള്ള കൊടുത്ത കറാമത്തുനിന്ന് അവര് ഇലാഹല്ല, ഖാലിഖല്ല, അള്ള കൊടുത്തതാണ് എന്ന വിശ്വാസത്തോടെ ചോദിക്കാന്നാണല്ലോ സമസ്തക്കാര് പറയുന്നത്. എങ്കിൽ എന്റെ ചോദ്യം, എന്തുകൊണ്ട് സക്കരിയ നബി അങ്ങനെ മനസ്സിലാക്കിയില്ല? മാത്രമല്ല, സക്കരിയ നബി ഞങ്ങൾ പറയുന്ന മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ സക്കരിയ നബി മനസ്സിലാക്കിയ ഞങ്ങൾ മനസ്സിലാക്കി. അതെന്താ? അവിടെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. കാര്യകാരണ ബന്ധത്തിനതീതമായി അല്ലാഹു തആലാക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. മറിയം ബീവിന്റെ കഴിവല്ല അത്. മറിയം ബീവിക്ക് അല്ല കൊടുത്ത കഴിവാണെങ്കിൽ അല്ലേ അയാൾ ചോദിക്കുക. അല്ല കൊടുത്തിട്ടില്ല. മറിയം ബീവി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയപ്പോ വന്ന് അല്ല അല്ലാട്ട് ഇറക്കി കൊടുത്ത, അല്ലേ? അല്ലാതെ നമ്മുടെ കഴിവാണ് എന്താ? ഒരു പടി ഇങ്ങനെ വെച്ചു അങ്ങനെ കണ്ടല്ലോ ബാലകഥയിലും ഇതുപോലെ കാണുന്നേ. അങ്ങനെ ചെയ്ത അല്ല. മറിയം ബീവിന്റെ കഴിവേ അല്ലാതെ കറാമത്തും മുജിദത്തും അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിന് അല്ലാഹ് ചിലർ തെരഞ്ഞെടുക്കും. അതാ ഓൽക്കുള്ള പ്രത്യേകത. അല്ലാതെ ഓർക്ക് എന്തില്ല? കറാമത്ത് പ്രകടിപ്പിക്കാനും മുജിദത്ത് പ്രകടിപ്പിക്കാനും അള്ളാഹ്ക്ക് കൈ കൊടുത്തിട്ടില്ല. അവരിലൂടെ അള്ളാഹ് പ്രകടിപ്പിക്കുന്ന അത്. അതുകൊണ്ട് അതിന് അമാനുഷികം എന്ന് പറയാം. മാനുഷികമല്ലാത്തത്, മുസബ്ബവാത്തുകൾക്ക് അപ്പുറത്തുള്ളത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ശരിക്കും മനസ്സിലാക്കി കറക്റ്റ് ഉൾക്കൊണ്ടാൽ അതിന് ഈ ചരിത്രം ഇപ്പൊ നിങ്ങൾ നോക്ക്. സക്കരിയ നബി അലൈഹിസ്സലാം ഈ കറാമത്ത് കണ്ടപ്പോ എന്തു ചെയ്തു നമ്മൾ മനസ്സിലാക്കുക. അതായത് കറാമത്തുള്ള ബീവിനെ ഒരു സ്ഥലത്തിരുത്തി, ഒരു പന്തലൊക്കെ കെട്ടി, പർണശാലിട്ട്, ഒരു കസേരയിലിരുത്തി എല്ലാവരും അങ്ങോട്ട് ചെന്ന് ആഗ്രഹ സഫലീകരണമൊക്കെ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതാ ഇസ്ലാം. മറിച്ച് സക്കരിയ നബി എന്താ ചെയ്ത്? സക്കരിയ നബി അവിടെ വെച്ച് പടച്ചോനോട് ദ്വയായിരുന്നു. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. അല്ലേ? അതല്ലേ ഉണ്ടായത്. അതായത് അവിടെ വെച്ച് സക്കരിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കുട്ടികളെ കിട്ടാൻ. സമസ്തക്കാര് പറയുന്നതോ കറാമത്തുള്ളവരോട് കുട്ടികളെ കിട്ടാൻ ചോദിക്കാം. സക്കരിയ നബിയോ അള്ളാനോട് കുട്ടികളെ കിട്ടാൻ ചോദിച്ചു. ശരിക്കും എന്താ ഉണ്ടായത്? മറിയം ബീവിയുടെ കറാമത്ത് കണ്ടപ്പോ സാധാരണഗതിയിൽ സമസ്തക്കാർ എത്ര എത്തുന്നറിയോ? ആ മറിയം ബീവിയിലേക്ക് അത് ആരോപിക്കും. അതായത് ഇപ്പൊ ഒരു ബീവി ഉണ്ടെങ്കിൽ ആ ബീവി ഒരു കറാമത്ത് കാണിച്ചാൽ അള്ളാനെ വിട്ട് ബീവിയിലേക്ക് ആ കഴിവ് ആരോപിച്ച് അവരിലോട് തേടുക. അത് അങ്ങക്ക് സംഭവിച്ച തെറ്റ്. ഇസ്ലാമോ ആരാണോ കഴിവ് കൊടുത്ത് അവനോട് തേടുക. മനസ്സിലായി? ഏതുപോലെ ഹൈന്ദവ മതം അനുസരിച്ച് സൂര്യനെ ആരാധിക്കില്ല, സൂര്യനെ സൃഷ്ടിച്ച അള്ളാനെ. അതാണ് ഇസ്ലാം. കറാമത്ത് കൊടുത്ത് അള്ളാനോട് ചോദിക്കുക. നമ്മളോ കറാമത്ത് ആർക്കാണുള്ള ഓരോട് ചോദിക്കുക. അതാണ് ഹിന്ദു മതം, അതാണ് സമസ്ത. മനസ്സിലായോ? എങ്കിൽ തിരിച്ചറിയണം ഇസ്ലാം അല്ല.
ഞാൻ പറഞ്ഞ കേട്ടോ, അതായത് ഒരു ദേവിയുടെ കഴിവിൽ ആരോപിച്ച് ഹൈന്ദവ സമൂഹം ദേവിയോടെ ചോദിക്കണേ. ഇസ്ലാമോ? സക്കരിയ നബി മറിയം ബീവിന്റെ കഴിവൊക്കെ കണ്ടു. മറിയം ബീവിന്റെതാ? അല്ല, അള്ളാഹ് കൊടുത്താണ്. മറിയം ബീവിക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കാമെങ്കിൽ എനിക്ക് കുട്ടികളെ തരാൻ അള്ളാഹ്ക്ക് കഴിയും. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, അവിടെ വെച്ച് സക്കരിയ നബി തേടി. സത്യത്തിൽ പറയേണ്ടത് എന്താ? സമസ്തയാണ് ശരിയെങ്കിൽ ഹുനാലിക ദഅ സക്കരിയ മറിയം, മറിയമിനോട് അവിടെ വെച്ച് സക്കരിയ നബി തേടി. അങ്ങനെയാണുള്ളത്? അല്ല, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, റബ്ബിനോട് തേടി. ഇതാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നതിന് തെളിവുണ്ട്, നിങ്ങൾ പറയുന്നതിന് തെളിവില്ല. അപ്പൊ തെളിവില്ലാത്തതിന്റെ പിന്നാലെ പോകുന്നതിന്റെ പേരിലാ മതം? പേരാണോ മതം? ആണോ? ഞങ്ങൾ പറയുന്നതിന് തെളിവുണ്ട്. ഉദാഹരണം പറയാ, കുട്ടികളില്ലാത്ത ദുഃഖം ഇബ്രാഹിം നബി ആരോട് പറഞ്ഞു? നമുക്ക് പരിശോധിക്കാം. ഇപ്പോ ചേന്നരയിലെ അബൂബക്കർ ആചാര്യ ഗുരുവായൂരപ്പനോട് പറഞ്ഞു. ചേന്നരയിലെ, ഈ മലപ്പുറം ജില്ലയിലെ ചേന്നരയിലെ അബൂബക്കർ ആജി ഗുരുവായൂരപ്പനോട് പറഞ്ഞു. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നടയിൽ ജസീറക്ക് ബഷീർ തുലാഭാരം നടത്തി കുട്ടിന്റെ രോഗം മാറാൻ. ഇസ്ലാമോ? ബഷീർ എന്ന് പറയുന്ന ആളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ചേന്നര അബൂബക്കർ ആചാര്യ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. വടക്കാഞ്ചേരിയിലെ അഹമ്മദ് ഹാജി ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ട് കുട്ടിനെ കിട്ടി. ഇനി നമ്മൾ ചിന്തിക്കാം, ഇത് ഇസ്ലാമാണോ? അല്ലേ? നമുക്ക് ചിന്തിക്കാം. കുട്ടികളില്ലാത്ത ദുഃഖിച്ച നബിമാർ എന്ത് ചെയ്തു? അതാണല്ലോ നമ്മുടെ പാഠം. അല്ലാഹ് 18 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയാണ് മുസ്ലിമീങ്ങളോട്, മനുഷ്യരോട്, ഈ പ്രവാചകന്മാരുടെ മാർഗമേതോ അത് നിങ്ങൾ സ്വീകരിച്ചോളി. അതൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞു, അല്ലേ? അതെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞു. കാരണം എന്താ? 3 തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. 3 സംഗതികളിലെ 3 ഖുർആനിക തെളിവ്. ഖുർആനും ആധുനിക മുസ്ലിങ്ങളാണ് നമ്മളെ വിഷയം. ഒന്ന് കേട്ടോളൂ. ഇപ്പൊ നമ്മൾ സാധാരണ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ കുറെ പോസ്റ്ററുകൾ കാണാനില്ല. ഇന്ന കുട്ടിയെ കാണാനില്ല, ഇന്ന മോനെ കാണാനില്ല, ഹുസൈനെ കാണാനില്ല, വയോവൃദ്ധനായ ഇന്ന ആളെ കാണാനില്ല, അഹമ്മദ് കുട്ടിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. ശരി, ഇതൊരു മുസ്ലിം കുടുംബത്തിൽ നടന്നാൽ, പ്രത്യേകിച്ച് പറപ്പാറപ്പുറത്തോ പരിസരത്തോ നടന്നാൽ നമ്മൾ എന്താ ചെയ്യുക? 2-3 വഴികൾ. പടച്ചോനെ, എൻ്റെ കുട്ടി എവിടെ അറിയില്ല, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, നിയമപരമായ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം, പത്രത്തിൽ വാർത്ത കൊടുക്കണം, ചാനൽ കൊടുക്കണം. ഇതൊക്കെ ഭൗതികമായ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ മുസ്ലിങ്ങൾ ചെയ്യല്, ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ തങ്ങളെ ദർഗയെ പോകും. ആ ദർഗയെ ചെന്നിട്ട് മൂപ്പരോട് പറയും, എൻ്റെ കുട്ടിനെ കാണാനില്ല, എന്തെങ്കിലും ആക്കി തരണം എന്ന്. അല്ലേ? ഇങ്ങനൊരു വഴിയില്ലേ നമുക്ക്? ഞാൻ ചോദിക്കുന്നത്, ഈ വഴി ഇങ്ങക്ക് ആര് പറഞ്ഞതാണ്? ഏത് ഇസ്ലാമിൽ അതുള്ളത്? ഒരൊറ്റ പോയിന്റ് പറഞ്ഞു തന്നാൽ എനിക്ക്, ഞാൻ പ്രസംഗിച്ചോളാം. നിങ്ങളപ്പുറം ഞാൻ പ്രസംഗിച്ചോളാം. ഒരേ ഒരു കാര്യങ്ങൾ പറ. ഞാൻ ചോദിക്കട്ടെ, കാണാനില്ല എന്നുള്ളൊരവസ്ഥ വന്നൊരു നബി ഉണ്ടായിരുന്നല്ലോ ഖുർആനിൽ. എന്തിനാ അള്ളാഹു ആ സംഭവം നമുക്ക് പറഞ്ഞു തന്ന്? കുട്ടികളെ കാണാണ്ടാവുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കലാണല്ലോ പ്രവാചകന്മാർ. അതിനാണല്ലോ വന്ന്. എത്ര പറഞ്ഞാലും ഇതൊക്കെ കഴിഞ്ഞാലും പറയുന്നല്ലോ, ഇന്നലെ അയാൾ പറഞ്ഞ ചില സംഗതികൾ ശരിയായില്ല. അപ്പോഴും കൗമ് പറയാതെ തന്നെ. കൗമ് വല്ലാത്തൊരു കൗമ് തന്നെയാ. കൗമല്ല, കഴുങ്ങ്. അതിന് ജീവനില്ലല്ലോ. അങ്ങനെ പ്രതികരണശേഷിയും ചിന്താശേഷിയും ഒന്നുമില്ല. ഇങ്ങനെ വളരെ അടക്കണ്ടാകുക എന്നല്ലാതെ. അതുപോലെ ഇങ്ങനെ വളരെ തിന്നുക, കുടിക്കുക, ഡ്രസ്സ് ഇടുക, പോവുക, ആകുക, മണ്ണാകുക. അതല്ല മനുഷ്യന്റെ ലക്ഷ്യം. അതല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു കുട്ടിനെ കാണാതായല്ലോ ഒരു നബിക്ക്, എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഖുർആനിൽ പറഞ്ഞു തന്ന്? ബഷീറിന് കുട്ടിനെ നഷ്ടപ്പെട്ട എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാനാണ്. എന്താ ചെയ്ത്? ഖുർആൻ പറയട്ടെ. സൂറത്ത് യൂസുഫ് വായിക്കാക്കമാരെ 12-ാം അധ്യായം 18-ാമത്തെ വചനം. എന്താ? കാലബൽ സവ്വലതുലകും അൻഫുസകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. ഈ വഴിയാണോ സമസ്തക്കാര വഴി? മുസ്ലിം ഉമ്മത്തിലെ വഴി ഈ വഴിയാണോ? ഈ പറഞ്ഞ പ്രാർത്ഥനയാണോ ഇത്? കാലബൽ സവ്വലതുലകും അൻഫുസകും അംറാ. എൻ്റെ മക്കളെ, എന്റെ യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ഭംഗിയായി തോന്നി. നിങ്ങൾ ആ പണിയാണ് ചെയ്തു. ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായിട്ട് ക്ഷമിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് നടപടിയൊന്നും എടുക്കില്ല. പക്ഷേ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ, എന്റെ മനസ്സിന്റെ വേദന ഉണ്ടല്ലോ, എന്റെ മനസ്സിന്റെ വേദന ഞാൻ അള്ളാഹിനോട് മാത്രാ പറയണേ. സത്യത്തിൽ എന്താ ഉണ്ടാവുണ്ട്? കുട്ടിനെ കാണാൻ എന്റെ മതിങ്ങളെ, എന്റെ സുബൈറിനെ കാണില്ല എന്നല്ലേ കുഞ്ഞാമിനെ കരയ? അല്ലേ? മലപ്പുറം ജില്ലയിലെ കുഞ്ഞാമിനെ കരയ, എന്റെ മമ്മർന്നങ്ങളെ, എന്റെ കുട്ടി. ഇത് നിങ്ങൾക്ക് എവിടുന്ന് ദീനല്ല, ഇത് നരകത്തിലേക്കുള്ള വഴിയാണ്. ഇത് ഞാൻ തുറന്ന് പറയണം. മരണത്തെ ഒട്ടും പേടിച്ചിട്ടുള്ള ഒരു കാലത്തും. അതുകൊണ്ട് തുറന്ന് പറയാണ്, ഒരാൾ രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാ, അതിന്റെ പേരിൽ അള്ളാഹ് എനിക്ക് പുണ്യം തരും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇസ്ലാം എന്നൊരു തെളിവ് പറയും. ഖുർആൻ ഞാൻ എടുത്തിട്ട് നിങ്ങളെ കയ്യിൽ വെച്ചുതരാം. നിങ്ങൾ ഏത് ഉസ്താദിനും ഇവിടെ കൊണ്ടുവന്ന് കയറ്റിക്കും. ഖുർആൻ കയ്യിലെടുത്താൽ വെച്ചുതരും. അതിൽ ഒരു കുട്ടിനെ കാണാതായ ഒരു നബി ഒരു ദർഗയിൽ പോയിട്ട് ആ ദർഗയിൽ ഔലിയനോട് പറഞ്ഞു, നിങ്ങൾ തെളിയിച്ചാൽ മതി, ഞങ്ങൾ സ്വീകരിച്ചോളാം. അതില്ലാത്ത കാലത്തോളം നിങ്ങൾ വഞ്ചകരാണ്, ചതിയന്മാരാണ്. ശിർക്ക് ചെയ്യിപ്പിച്ച് മനുഷ്യരെ നരകാവകാശികളാക്കുന്നു. നിങ്ങൾക്ക് രക്ഷയില്ല.
ഒന്ന്, ഇത് ഞാൻ ഖുർആൻ ആയത്തൊന്ന് ഉദ്ധരിച്ചു. കുട്ടി നഷ്ടപ്പെട്ട ദുഃഖം പടച്ചോനോട് പറഞ്ഞു. എന്റെ പൂർവ്വകാലത്ത് മരിച്ചുപോയ ഒരാളോട് പറയാത്ത? ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട്, അങ്ങനെ ഒരു ദീനുണ്ടെങ്കിൽ ഒരു സംഭവമെങ്കിലും അല്ലാഹ് ഖുർആനിൽ ഉദ്ധരിക്കൂലേ? ഒരൊറ്റ സംഭവം. ഇന്ന് ഔലിയക്ക് രോഗം ഉണ്ടായപ്പോ ഇന്ന് മരിച്ചുപോയ നബീന്റെ ഖബറിന്റെ അടുത്ത് എന്ന് ആ നബീനോട് രോഗം മാറാൻ പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു സംഭവം 214 അധ്യായത്തിൽ അല്ലാഹ് പറയുമായിരുന്നില്ലേ? റോമിനെ കുറിച്ച് പോലും അല്ലാഹ് പറഞ്ഞില്ലേ? ഉലിബത്തുറും, റോമാ സാമ്രാജ്യം, അതുവരെ ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചില്ലേ റോം? എന്നിട്ടുണ്ടായോ ഇങ്ങനെ ഒരു സംഭവം? ഇനി കേട്ടോളൂ. മഹാനായ സക്കരിയ നബി, എന്താ അദ്ദേഹത്തിന് കുട്ടികളില്ലാത്ത ദുഃഖം ഉണ്ടായപ്പോ അദ്ദേഹം പറഞ്ഞു അല്ലേ? 19-ാമത്തെ അധ്യായം വായിക്കും. സക്കരിയ നബി ഞങ്ങൾ ഓർക്കണം. ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹന അൽ-ലമു മിന്നി വസ്തഅല ar-റൗസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. എന്തായാലും പറഞ്ഞു, അല്ലാഹുവേ എന്റെ തലമുടി നരബാധിച്ച് കത്തി, എന്റെ എല്ലുകൾ ദുർബലമാണ്, എന്റെ ഭാര്യയോ വന്ധ്യയാണ്, പ്രസവിക്കൂല. എന്റെ ഭാര്യ വന്ധ്യയാണ്, എന്റെ ഭാര്യ പ്രസവിക്കൂല. എന്റെ കഥയോ, എന്റെ തലമുടി നരബാധിച്ച് കത്തി, എന്റെ എല്ലിലൂടെ, എന്റെ അവയവത്തിലൂടെ ഇനി ഒരു സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഇന്ദ്രിയ പ്രവാഹം ഉണ്ടാവില്ല. എന്നിട്ടും അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ, മനസ്സ് തട്ടി. അതായത് ലോകത്തിൽ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർ പ്രഖ്യാപിക്കാണ്, മോനെ ഇനി നിന്റെ ഭാര്യ ഗർഭം ധരിക്കൂല, നിനക്ക് അവളെ ഗർഭം ധരിപ്പിക്കാനും കഴിയില്ല. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ പ്രഖ്യാപിച്ച പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ തോന്നുന്നു നമുക്ക്? ഇനി പ്രാർത്ഥിച്ച കാര്യമല്ല അല്ലേ? അവിടെയാ സക്കരിയ നബിന്റെ പ്രത്യേകത, അവിടെയാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ആർക്കും കഴിയുന്നവനാ അല്ലാഹ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ടാ സക്കരിയ നബി എന്ത് പറഞ്ഞു? അല്ലാഹുവേ എന്റെ തലമുടി നരബാധിച്ച് കത്തി, ഒക്കെ ശരിയാ, എന്റെ ഭാര്യ മച്ചിയാണ്, പക്ഷെ നീ വിചാരിച്ച എനിക്ക് കുട്ടിനെ കിട്ടും. ആ ഈമാനിൽ എത്തിയിട്ടുണ്ട് നമ്മള്. എന്തിന്? കുട്ടി രണ്ട് ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട്, മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം ആകുമ്പോഴേക്ക് ദർഗെ പോലെ നമ്മള് കുട്ടിക്ക് എന്തോ തരാറുണ്ട് കണ്ടിട്ട്. അത്ര ഈമാനല്ലേ നമുക്കുള്ളൂ? അത്ര ഈമാനല്ലേ നമ്മുടെ കൗമിനെ പഠിപ്പിച്ചിട്ടുള്ളൂ? അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ആലോചിക്കണം, ശരിക്കും ചിന്തിക്കണം. അള്ളാഹ് ഓർത്തിട്ട് നിങ്ങളോട് പറയുന്നത് ദീനിലില്ല, ദീനിലുള്ള നിങ്ങളോട് പറയുന്നത്. 3-ാമത്തെ അധ്യായം എന്ന വചനം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദീനിലുള്ളതാണ്, മറ്റേത് ദീനിലില്ലാത്തത്. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. തീർന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹ് പറയാണ്, ഖദ്കാനത്തുലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇബ്രാഹിം നബിക്ക് കുട്ടികളില്ലാത്ത ദുഃഖം എന്തിനാ? ഖലീലുള്ളയായിട്ട് പോലും കുട്ടികളില്ലാത്ത ഇത്രയും വർഷം അല്ലാഹു കൊണ്ടിടുന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാ അല്ലേ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം അല്ലേ? 17-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനം. ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്നു. ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിൽ ഇവിടെ ചരിത്ര സംഭവം എന്താ? 86 വയസ്സ് വരെ ഇബ്രാഹിം നബിക്ക് കുട്ടികളില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് വേറെ കുറെ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്, സുന്നത്ത് പറയുന്നത്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹ് പറയാണ്, ഓ ഇബ്രാഹിം, ഇന്ന് മരിച്ചുപോയ നബിയുടെ ദർഗേ ചെന്ന് നിനക്ക് കുട്ടിയില്ലാത്ത ദുഃഖം അദ്ദേഹത്തോട് പറ എന്ന് എന്തുകൊണ്ട് അല്ലാഹ് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചില്ല? എന്തുകൊണ്ട് ഒരു നബിയും അങ്ങനെ ചെയ്തില്ല? അത് ഇസ്ലാം അല്ലാത്തതുകൊണ്ട്, ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിനെതിരായതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണല്ലോ, സമസ്തയിലെ മുഴുവൻ പണ്ഡിതന്മാരെയും വെല്ലുവിളിക്കുകയാണല്ലോ. വന്നോളി ധൈര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ ജീവിതത്തിൽ ഒരാഗ്രഹ സഫലീകരണം അല്ലല്ലാത്തൊരു പടപ്പിന്റെ മുമ്പിൽ, മരിച്ചുപോയൊരു പടപ്പിന്റെ മുമ്പിൽ വെച്ചതായി തെളിയിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാനാ പറയുന്നത് കേട്ടോ. സാധ്യല്ല. ആ ധൈര്യമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആ ധൈര്യം ഉള്ളത് എന്താ? കഴിയില്ല. അതാണ് ഇല്ല എന്ന് പറയാൻ എന്താ ധൈര്യം? ഖുർആനിലെ 114 അധ്യായം ആറ്റിക്കുറുക്കി പലതവണ വായിച്ചോണ്ടാ പറയുന്നത്, ആറ്റിക്കുറുക്കി പറഞ്ഞോണ്ടാ പറയുന്നത്. മനസ്സിലായി? ഇനി ഖുർആനിൽ വേറൊരു സംഗതി പറയുന്നുണ്ട്, അത് കേട്ടാൽ ഞെട്ടിപ്പോ. സൂറത്ത് അറാഫ് 88 158 എനിക്ക് ഡൗട്ട് ഉണ്ടായില്ല വചനം. അതിലെന്താ അറിയോ? ഒരു ഭാര്യയും ഭർത്താവും അവര് ഗർഭം ധരിച്ചില്ല. ഗർഭധാരണത്തിന് വേണ്ടി പടച്ചവനോട് ദ്വേരം, പടച്ചോനെ ഗർഭം ധരിക്കണേ, പടച്ചോനോട് മാത്രമായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ നല്ല കുട്ടിനെ കിട്ടാൻ, ഗർഭം ധരിച്ചപ്പോ നല്ല കുട്ടിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെന്തുണ്ടായി? പ്രസവിച്ചപ്പോ അല്ലാഹ് പറയാണ്, ആ ഭാര്യ പ്രസവിച്ചപ്പോൾ ഉടനെ അവർ പറയും, എന്ന ശൈഖിന്റെ ബർക്കത്തോണ്ട് ആ കുട്ടി ഉണ്ടായത്. അല്ലാഹ് പറയാം, അവരതാ ശിർക്ക് ചെയ്യുന്നു. ഖുർആനിലാണ് ഏത്? ഒരു കുട്ടിക്ക് വേണ്ടി പടച്ചവനോട് ദ്വേരം. അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടായപ്പോ പറയാം, ഇന്ന ശൈഖിന്റെ ബർക്കത്തോണ്ടാ. അത് ശിർക്കാന്ന് അല്ലാഹ് പറയാം.
അല്ല പറയാ മുജാഹിദ് ബാലുശ്ശേരിയോ ഉമർ മൗലവിയോ കെ മൗലവിയോ ഒക്കെ പറഞ്ഞ അല്ല വഹാബിയാ ആണോ? അല്ല സൂറത്ത് അഹ്റാഫ് പറഞ്ഞ ഒരു കുട്ടി ജനിച്ചപ്പോ ഇന്ന മഹാന്റെ മാത്തം കൊണ്ടാണ് എന്ന് പറയല് ശിർക്കാണ്. വായിച്ചു നോക്ക് സൂറത്ത് അഹ്റാഫ്. സൂറത്ത് അഹ്റാഫ് വായിച്ച ഒരാൾക്കും APK സുന്നിയാൻ കഴിയില്ല. ഞാൻ ഉറച്ചു പറയാ, ആകാൻ കഴിയില്ല. പാവപ്പെട്ട ഒരുപാട് ജനങ്ങളുടെ ധാരണ എന്താ അറിയുന്നത്? നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം നിങ്ങള് ഉസ്താദുമാരെ സ്നേഹിച്ച പോലെ ഞങ്ങൾക്ക് പോലും സ്നേഹം കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലായിക്കോളി. അതെന്താ? അത്ര ആത്മാർത്ഥമായിട്ട് സ്വന്തം മക്കള് കരഞ്ഞ് കണ്ണീര് വാർത്ത് കരഞ്ഞാ പോലും ഉസ്താദ് കഴിച്ചിട്ടല്ലാതെ ആ ഭക്ഷണം വീട്ടിൽ വിളമ്പായിരുന്നു. ഒരു കാലത്ത് ഒരു കോഴിനർത്ത ഫുൾ ഉസ്താദിനാ. അങ്ങനെ ഉസ്താദിനെ സ്നേഹിച്ച ഉമ്മമാർ, അങ്ങനെ ഉസ്താദിനെ സ്നേഹിച്ച വാപ്പമാർ നിങ്ങളെ ചതിക്കുക ചെയ്തവര്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. തെളിവുകൾ വെച്ച് പഠിച്ചോളി. പഠിക്കാനേ ഞങ്ങൾ പറയുന്നു. പഠിച്ചോളി. നിങ്ങൾ വേണമെങ്കിൽ ഇതാ ഈ പറപ്പാറപ്പുറത്ത് നിങ്ങൾ ഇങ്ങനെ കരാറായിക്കോളി. വരുന്ന നവംബറിലോ ഡിസംബറിലോ 5 ദിവസം മുജാഹിദുകൾ പ്രസംഗിക്കും. 5 ദിവസം AP സുന്നികളോ EK സുന്നികളോ പ്രസംഗിക്കട്ടെ. എങ്ങനെ? ഒരേ സ്റ്റേജിൽ ഒരേ സൗണ്ട് സിസ്റ്റത്തിൽ ഒരേ പന്തൽ ഒരേ കസേരട്ട്. അതെങ്ങനെയാ നടക്കുക? അതായത് നറുക്കിട്ട് തീരുമാനിക്കാം. ഇന്ന് AP ഉസ്താദിന്റെ പണ്ഡിതന്മാരാണെങ്കിൽ നാളെ മുജാഹിദുകളിലാണ്, മറ്റന്നാൾ വേറൊരാൾ. വ്യത്യസ്ത വിഷയം. സ്ത്രീ ജുമാ ജമാഅത്ത് ഇന്നൊരു വിഷയം ഉണ്ടാകും. സ്ത്രീ ജുമാ ജമാഅത്ത് അത് ഞങ്ങൾ അവതരിപ്പിക്കൊരു വിഷയം. നാളെ സ്ത്രീ ജുമാ ജമാഅത്ത് പേരോട് അവതരിപ്പിക്കും. അല്ലെങ്കിൽ ഏറ്റവും ആദ്യ ദിവസം തൗഹീദ് അവതരിപ്പിക്കും. അതിന് സമസ്തക്കാരുടെ ഗണ്ട് കേൾക്കാൻ മുജാഹിദുകളും സുന്നികളും ജമാഅത്തുകാരും എല്ലാവരും ഒരുമിച്ച്. തല്ലില്ല, കുത്തില്ല, ചോദ്യമില്ല, സ്റ്റേജിൽ കയറില്ല, കൂക്ക് പിടിക്കൽ ഒന്നുമില്ല. പ്രസംഗം കേട്ടിട്ട് തീരുമാനിക്കുക. അതിനുള്ള ഒരു ധൈര്യം കാണിക്കുന്നത് നാ പറപ്പാർപ്പുറത്ത് ഈ പള്ളി പിന്നെ APK സുന്നികളുണ്ടാവില്ല, നമ്മളതെല്ലാവരും കൂടി നിങ്ങളിട്ട് എതിർക്കയില്ല, തല്ലേയില്ല. നിങ്ങൾക്ക് ദീന് മനസ്സിലാവും. തയ്യാറുണ്ടോ? മറിച്ച് ഇതെന്താ സംഭവം എന്നറിയോ? മുജാഹിദുകളുടെ വന്ന പ്രസംഗങ്ങളെ കൂക്ക് വിളിച്ച് കല്ലെറിഞ്ഞ് സ്റ്റേജൊക്കെ പൊളിച്ചൊക്കെ പോകും. കേൾക്കാൻ പറ്റൂല ജനങ്ങൾക്ക്. കേട്ടാ ഉസ്താദുമാർക്ക് അറിയാം കഥ കഴിഞ്ഞത് എന്നേ. മനസ്സിലായോ? കഥ കഴിഞ്ഞത് എന്നേന്ന് ഉസ്താദുമാർക്ക് അറിയാം. അപ്പൊ ഉസ്താദുമല്ലേ ചെല്ലട പറയും ഈയൊക്കെ അവല് സുന്നത്ത് വിളിച്ച് മാറ്റാൻ എന്താടാ കാര്യം? ചെല്ലട. അല്ലാണ്ട് ഓല് സ്വയം വരുന്നല്ല. ഉസ്താദ് തോണ്ടി വിടും. കാരണം ഉസ്താദിന്റെ നെഞ്ഞത്തല്ലേ കിട്ടണത്. ഉസ്താദിന്റെ നെഞ്ഞത്തല്ലേ കിട്ടണത്. ഞാൻ ചോദിച്ചല്ലോ ഇവിടെ അള്ളാന്റെ ഖുർആനിലെ 114 അധ്യായത്തിൽ ഒരു ഔലിയാന്റെ കറാമത്തിൽ നിന്ന് ചോദിച്ചൊരു സംഭവം എവിടെയെന്നാ ചോദ്യം? ഇല്ലാന്നാ മറുപടി. കേട്ടോ, ഖുർആനിൽ ഒരുപാട് കറാമത്തുണ്ട്, ഖുർആനിൽ ഒരുപാട് മുഅ്ജിസത്തുണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വാക്കായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റും? എങ്ങനെ? അതായത് ഒരു പ്രവാചകൻ പറയാണ് ആ സമൂഹത്തോട്, അതെ ഞാൻ മരിച്ചാൽ നൂഹ് നബി അലൈഹിസ്സലാം പറയാ, അല്ലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം പറയാ. എങ്ങനെ പറയാ? ഉസ്താദുമാര് പറയുന്ന പോലെ. അതെങ്ങനെ? ദാ എന്റെ മരണശേഷം മൂസാ നബി അലൈഹിസ്സലാം പറയാൻ നോട്ടിക്കോ, എന്റെ കാലശേഷം എന്റെ കബറിടത്തിൽ വന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. കുട്ടികളില്ലാത്തവർക്ക് എന്നോട് പറയാം, രോഗമുള്ളവർക്ക് എന്നോട് പറയാം. പക്ഷെ ഞാൻ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാ മതി. അല്ല തന്ന കഴിവെന്ന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു വിശ്വസിച്ച് നിങ്ങളോട് ചോദിക്കാം എന്ന് ഏതെങ്കിലും ഒരു നബി പറഞ്ഞോ? ഇല്ല. പിന്നെ ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഈ വാചകം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അമ്പിയാക്കൾക്ക് കൊടുത്ത മുഅ്ജിസത്ത് തേടാൻ കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ കുഴപ്പമില്ല എന്നുള്ള ആശയം നിങ്ങൾക്ക് ഏത് ഖുർആനിൽ നിന്ന് കിട്ടി? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഏത് ഹദീസിൽ നിന്ന് കിട്ടി? ഒന്നെങ്കിൽ ഒരു നബി പറയണം, അല്ലെങ്കിൽ സ്വഹാബികളത് അംഗീകരിക്കണം. അങ്ങനൊന്നും എവിടെ ഇല്ലാത്ത കാലത്തോളം നിങ്ങൾ മനസ്സിലാക്ക്. ഇനി കേട്ടോ, ശരിക്കും കഴിയോ? 21-ാം അധ്യായം സൂറത്ത് അംബിയ 83. ഇങ്ങനെ നിങ്ങളൊരു വചനം ഉദ്ധരിക്കും. ഏത്? ഞാനിപ്പോ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഖുർആനിലെ 15-ാം അധ്യായം 28-ാമത്തെ വചനം. ഇന്ന നബീന്റെ കബറിന്റെ അടുത്ത് ചെന്ന് കുട്ടിനെ കിട്ടാൻ വേണ്ടി ആ നബീനോട് ചോദിച്ചു എന്ന് പറയുന്ന ഒരു ആയത്ത് നിങ്ങൾ തിരിക്കി. അതില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം. എന്ത് പ്രതിസന്ധിയിൽ അള്ളാനോട് പറയണം? അള്ളാനോടാണ് പറഞ്ഞോളി. അതങ്ങൾക്ക് നല്ലത്. അല്ലാ കുട്ടികളെ തരണേ, അല്ലാ രോഗം മാറ്റണേ. അയ്യൂബ് നബീന്റെ പ്രത്യേകത എന്താ? ഒരു വ്യാഴവട്ടക്കാലം അദ്ദേഹത്തിന് രോഗം ഉണ്ടായി. ഒരു വ്യാഴവട്ടക്കാലം 12 കൊല്ലം ശരീരം മുഴുവനും പൊട്ടിയൊലിച്ചു. ശരി, അദ്ദേഹം ഏതെങ്കിലും ഒരു ദർഗയിൽ പോയി മന്ത്രിച്ചോദിച്ചറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ശൈഖിന്റെ ഞങ്ങളതൊന്ന് പറഞ്ഞു തരി? അതില്ല. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് പൂജ നടത്തി ഞങ്ങൾ അതൊന്ന് പറഞ്ഞു തരി? മറിച്ച് അദ്ദേഹം എന്താ ചെയ്ത്? അള്ളാനോട് പ്രാർത്ഥിച്ചു പ്രതീക്ഷിച്ച്, വഅൻത അർഹമുർ റാഹിമീൻ, നീ പരമകാരുണികനാ അല്ലാ,
നീ പരമകാരുണികനാ അല്ലാ, അല്ലാഹുവേ നീ എനിക്ക് രോഗം മാറ്റണേ. ശരി, ഇവിടെയും ഞാൻ ചോദിക്കുന്നു, ഖുർആനിലെ 21:83 അയ്യൂബ് നബിക്ക് രോഗം വന്നപ്പോൾ അള്ളഹാനോട് തേടിയെന്നാള്. ഒരു ദർഗയിൽ പോയിന്നോ, മന്ത്രി ചോദിക്കുന്നോ, അവിടെ ഹോമം നടത്തിയെന്നോ, അവിടെ മന്ത്രവാദം നടത്തിയെന്നോ ആണെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹ് അത് പറഞ്ഞു തന്നില്ല? എന്തുകൊണ്ട് മുജാഹിദുകൾ മാത്രം പറയുന്നത് ഖുർആനിലുണ്ടായി? അഥവാ ഖുർആനിലുള്ളതേ മുജാഹിദുകൾ പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾക്ക് വേറൊരു തമാശ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ സമസ്തക്കാർ സാധാരണക്ക് ഈ പറപ്പാറപ്പുറത്ത് 5 യുവാക്കൾ രംഗത്ത് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഖുർആൻ കംപ്ലീറ്റ് അർത്ഥം വായിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നറിയോ? മുജാഹിദക്ക് വേണ്ടി അള്ളാഹ് ഇറക്കിയാണത് സമസ്തക്കാരെ ഗ്രന്ഥമല്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഖുർആൻ നിങ്ങൾ ഒരു ആവർത്തി വെച്ച് നിങ്ങൾ എന്താ പറയുക? പഠിച്ചോനെ, സമസ്തയിൽ ഒന്നുമില്ലല്ലോ, സമസ്തക്കാരെ മുഴുവൻ വിശ്വാസത്തെയും ഖുർആൻ എതിർക്കുന്നുണ്ടല്ലോ. അത് തന്നെ. അതുകൊണ്ടാ ഖുർആൻ കേൾക്കരുത്, വായിക്കരുത്, പഠിക്കരുത് എന്ന് ഉസ്താദുമാര് പറയാൻ കാരണം. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് പടച്ചോനെ മാത്രമേ വിളിക്കാവൂ, പടച്ചോനോട് മാത്രമേ. കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. ബദർ യുദ്ധത്തിൽ നിങ്ങൾ നോക്ക്, അള്ളാഹ്നോടല്ലേ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചേ? അല്ലേ? എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹ്നോടല്ലേ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചേ? അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പടച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതാണ് ഖുർആന്റെ ആശയത്തിന്റെ ഒരു ഭാഗം. ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകത്തിന് മുഴുവനുള്ള പ്രവാചകനാണ്. കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. ലോകർക്ക് മുഴുവനുള്ള നബി. ഏത്